വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ കൊണ്ടിരിക്കുമ്പോൾ അമിത്ഷായ്ക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് ബീഹാർ ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടും മൊത്തത്തിൽ വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. പ്രൊട്ടസ്റ്റ് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ കണ്ടതാണ്. ഇപ്പോൾ PR അരവിന്ദ് ബീഹാറിൽ പോയി അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? സാധാരണ രീതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോഴൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടാവാറുണ്ട്, അത് കാണാനുണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടുത്തെ സവിശേഷമായ കാര്യം യുവാക്കളാണ് മുഴുവൻ. അതായത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉയർത്തുന്ന ആ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്നത് ബീഹാറിലെ യുവാക്കളാണ്. അതൊരു അലാമിങ് സിറ്റുവേഷനാണ് BJPയെ സംബന്ധിച്ച്. അതിന് കാരണം അത് ബീഹാർ എന്നൊരു സ്പെസിമെനിൽ മാത്രമുള്ളതാണെങ്കിൽ നാളെ ഇത് രാജ്യവ്യാപകമാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണില്ല, ഇൻസ്റ്റാഗ്രാം പോയി നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന വ്യൂവർഷിപ്പുള്ള റീൽസ് മുഴുവൻ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ ഗാന്ധി നിറഞ്ഞു നിൽക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അതിനർത്ഥം രാജ്യത്തെ യുവതലമുറ ഇതിൽ ഈ പറയുന്ന വിഷയത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈവൻ അതിപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ കുറിച്ചാവട്ടെ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാവട്ടെ, ബാംഗ്ലൂരിലെ മഹാദേവപുരത്തിലെ ആവട്ടെ, ഈ ഉയർന്ന ആരോപണങ്ങൾ, അതുപോലെ ബീഹാറിലെ വോട്ടർ പട്ടികയെക്കുറിച്ചാവട്ടെ, യുവാക്കൾ ഇതിനെ എന്ത് ചെയ്യുന്നു? സംശയത്തോടെ കാണുന്നു. ഇതിലെന്തോ സംതിങ് ഉണ്ട് എന്ന് അവർ സംശയിക്കുന്നു എന്നുള്ളത് അമിത്ഷായ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ വളരെ പൊടുന്നനെ ഈ വിഷയം ഡീവിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നോക്കുകയാണ്, ഇപ്പോൾ വോട്ട് ചോരി എന്ന വിഷയത്തേക്കാൾ വലിയ വിഷയമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ്.